വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ കവരത്തിയിലുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇതാണ് കവരത്തിയിലുള്ള മെയിൻ എൻട്രൻസ്. അതായത് നമ്മൾ വെസലോ അല്ലെങ്കിൽ ബോട്ടോ ഒക്കെ ഇറങ്ങിയിട്ട് ഈ എൻട്രൻസിലൂടെയാണ് കവരത്തിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇതിനടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ഷിപ്പിനുള്ള ടിക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലം. നമ്മളെ ഈ മുമ്പിൽ പോകുന്ന രണ്ട് കുട്ടികളാണ് നമുക്കിവിടെ ഗൈഡായിട്ടുള്ളത്. അവരെ നമ്മൾ ജസ്റ്റ് അവിടുന്ന് പരിചയപ്പെട്ടതായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുന്നത് വരെ അവർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഗൈഡിൻ്റെ ഒരു ആവശ്യമൊന്നും നമുക്കില്ല. ഇവിടുത്തെ ഏതെങ്കിലും ലോക്കൽ കുട്ടികളെ പരിചയപ്പെട്ടാൽ മാത്രം മതി. കാരണം A to Z കാര്യങ്ങൾ അവർക്കറിയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മാസിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇവരെ കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പോക്കറ്റ് റോഡുകളും അതുപോലെ തന്നെ ലോക്കൽ ഏരിയാസൊക്കെ കാണാൻ പറ്റി. ഇതാണ് മാസ് പ്രിപ്പറേഷൻ്റെ യൂണിറ്റ്. ഈ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോസസ്സുകൾ വഴിയാണ് ഇത് അവസാനത്തിലേക്ക് എത്തുന്നത്. ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ബൾക്കായിട്ടുള്ള എമൗണ്ടിൽ മീൻ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഇവർ ഈ മാസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. ഫസ്റ്റായിട്ട് ഇവർ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്യുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവർ കടൽ വെള്ളത്തിൽ തന്നെ ഇത് കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇത് പുഴുങ്ങിയെടുക്കലാണ്. പക്ഷേ ഈ കടൽ വെള്ളം അതുപോലെ തന്നെ നോർമൽ വാട്ടറും കൂടി ഒരു പ്രപ്പോർഷനിൽ ചെയ്തിട്ടാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. ആദ്യം നിങ്ങൾ കടലിൽ പോയിട്ട് മീൻ പിടിക്കില്ലേ? മീൻ പിടിച്ചിട്ട് പിന്നെ അത് ചെമ്പിലിട്ടിട്ട് ഇവിടെ കരയെ കൊണ്ടുവന്നിട്ട് അത് കീറിയിട്ട് തല കളഞ്ഞ് എന്നിട്ട് വെള്ളത്തിൽ നല്ലോണം കഴുകി ചൂടുവെള്ളത്തില നന്നായിട്ട് കഴുകി കടൽ വെള്ളത്തിൽ നല്ലോണം കഴുകും. വെള്ളത്തിൽ തന്നെ കഴുകും. ഇതില് കടൽ വെള്ളം വെച്ചു കടൽ വെള്ളം അത് ഉപ്പുള്ള വെള്ളം. അന്ന് ഉപ്പ് ഇടില്ല. കടൽ വെള്ളത്തിൽ ഉപ്പുണ്ടോ? ആദ്യത്തെ ഇതിൽ ഉപ്പിടില്ല. പിന്നെ രണ്ടാമത്തെ ദിവസം ഇതിൽ ഉപ്പിട്ട് വേണം. ഉപ്പിട്ട് തുടങ്ങാം. ആദ്യത്തെ ദിവസം പുഴുകുമ്പോഴത്തേന് അതിന്റെ ഉപ്പെല്ലാം ഈ മീനിൽ കയറി ഇതിലേക്ക്. അതുകൊണ്ട് ഉപ്പ് പിടിക്കും. ഫസ്റ്റ് നിങ്ങൾ നല്ല മീൻ കൊണ്ടുവരും. എന്നിട്ട് തല കളഞ്ഞ് വേസ്റ്റ് കളഞ്ഞിട്ട് വെള്ളത്തിൽ ചൂടാക്കും. ഈ ചെമ്പിലിട്ട് ചൂടാക്കും അല്ലേ? ഓക്കെ. എന്നിട്ട് ഇതിപ്പോ ചൂടാക്കി വെച്ചതാണ് അല്ലേ? തല കളഞ്ഞ് ചൂടാക്കി വെച്ചത്. പകലെടുത്ത് വെക്കും. എന്നിട്ട് പുക ഇതിൽ പുക വെക്കും അല്ലേ? വൈകുന്നേരമാകുമ്പോ എത്ര സമയം പുകത്ത് വെക്കും? ഒരു മണിക്കൂർ കൊണ്ടൊന്നും. എത്ര മണിക്കൂർ? ഒരു മണിക്കൂർ പുകത്ത് വെക്കും അല്ലേ? പിന്നെ ഉണക്കാൻ നോക്കും അല്ലേ? എത്ര ദിവസം ഉണക്കണം? 3 ദിവസം ഉണക്കണം. ഉപ്പ് പിടിക്കും. ശരി ശരി. അങ്ങനെ പിന്നെ രണ്ടാമത്തെ ദിവസം മുതൽ കുറച്ച് 2 കിലോ വെച്ചിട്ട് 2 കിലോ ഉപ്പ് വെച്ചിട്ട് ഇട്ട് കൊടുക്കും. കൂടുതലുണ്ട്. ഇതൊന്നും എടുത്തിട്ട് ഇതുപോലെ വെച്ച് നല്ലോണം തെങ്ങിന്റെ ചകിരി ഉപയോഗിച്ചിട്ട് അത് ഫുൾ അത് കൂട്ടി വെച്ചു. തെങ്ങിന്റെ ചകിരി ഉപയോഗിച്ച് നമ്മൾ കത്തിക്കും. നല്ലോണം പുക കൊടുത്തിട്ട് എത്ര സമയം കത്തിക്കും? അതൊരു ഇത് കളർ വരും. കളർ ഇല്ല ഇതിന് അത് വേറെ ഇത് കുറച്ച് കട്ടി വിടാൻ വേണ്ടിട്ട്. ഇപ്പൊ ഇങ്ങനെ തന്നെ എടുത്ത് ഇവിടെ വെച്ചാൽ നിരത്തി വെച്ചാൽ അത് കഴിഞ്ഞ് ഇതുപോലെ വെച്ച് ഉണക്കിയെടുക്കും. എത്ര ദിവസം ഉണക്കും? ഒരാഴ്ച ഉണക്കും അല്ലേ? ഒരാഴ്ച ഉണക്കും. ഇതിന്റെ എത്ര കാലം? വലുത് ചൂരാണെങ്കിൽ ഒരാഴ്ച നോക്കും. അല്ലെങ്കിൽ എത്ര കാലം എന്ത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും? നമ്മൾ ഇടക്കൊന്ന് വെയില് കൊള്ളിക്കുകയാണെങ്കിൽ കുറെ കാലം നിൽക്കൂടെ? ഇതിന് വിപണി ഇങ്ങനെ എത്ര കിലോക്ക് എത്ര ക്യാഷ് ഇതിന് വരുന്നത്? നമുക്കൊന്നും കിട്ടുന്നില്ല. ദ്വീപില് ഇതിന് വിലയൊന്നും കിട്ടില്ല. ഇവിടുന്ന് കയറ്റി പോകുമ്പോ മംഗലപുരക്കാരാണ് ഏജന്റായിട്ട് വരുന്നത്. ഏജന്റായിട്ട് മംഗലപുരത്താണ് അവിടെ അവര് വന്നിട്ട് അതില് പൂപ്പലുണ്ടാവില്ല. കേടായി പോകുന്ന സാധ്യത ഉണ്ടോ? വെള്ളം തട്ടിയാലോ മഴ തട്ടിയാലോ? വെള്ളം വെക്കാൻ പാടില്ല. തട്ടി കേടായി പോലെ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജ് വെച്ച പ്രശ്നമല്ല. എന്റെ പേര് ചെയ്തു? എൻ്റെ പേര് അബ്ദുറഹ്മാൻ. ഞാൻ യാസിർ. എവിടെ? മലപ്പുറത്താണ്. നമ്മൾ
നമ്മളിങ്ങനെ യൂട്യൂബറായിട്ട് ഇങ്ങനെ വന്നതായിരുന്നു. നിങ്ങളതിങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കോഴിക്കോട് വരെ ഉള്ളു നമ്മളെ. കോഴിക്കോട് വരെയല്ലേ? ഇതാണ് ടൂണ ഉപയോഗിക്കുന്ന വെള്ളം അല്ലേ? ടൂണ പുഴുങ്ങുന്ന വെള്ളം അല്ലേ? ആദ്യത്തെ ദിവസമാണ്. ഇത് ആദ്യത്തെ ദിവസം. ഇതിൽ ഞങ്ങൾ ഉപ്പ് ആഡ് ചെയ്യും. ഒരാഴ്ചയോളം പുഴുങ്ങിക്കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും ഈ വെള്ളത്തിൽ. കളർ കൂടും, ചുവപ്പ് കളറാവും. ഇതാണ് നിങ്ങൾ ശർക്കര ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? ഇത് കുറുകി എന്ത് ചെയ്യും? ടൈറ്റ് ആവും. അതിന് ശേഷം ശർക്കര ആയിട്ട് നമ്മളെ സ്പൂണിന് ലേഹം എടുക്കുന്നവരെടുക്കും. ലേഹം എടുക്കുന്ന. ഓക്കെ. അത്രത്തോളം ടൈറ്റ് ആയി വരും അല്ലേ? ഓക്കെ ശരി. അതിന് ഓരോ സ്പൂണ് കറിയിൽ വെച്ച് കൊടുക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ വിൽക്കാൻ പറ്റുമോ? മാർക്കറ്റ് വിപണിയായിട്ട് വിൽക്കാൻ പറ്റുമോ? ഇവിടെ ഉണ്ട്, ഇപ്പൊ വിറ്റുകൊണ്ടുണ്ട്. എടുത്ത ശേഷം ഇത് വേവിക്കുകയാണ് ചെയ്യുന്നത്. അത് പുകയിലാണ് വേവിക്കുന്നത്. അതിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ചകിരി അല്ലെങ്കിൽ ചിരട്ട, ഇങ്ങനത്തെ 2 ഐറ്റംസ് ആണ്. അതായത് നമ്മുടെ നാട്ടിലത്തെ പോലെ പ്ലാസ്റ്റിക്കോ റബ്ബറോ അങ്ങനത്തെ ബാക്കിയുള്ള മാലിന്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഇതിൽ ഉപയോഗിക്കണില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ പ്രോസസ്സാണ് ഇത് ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചൂസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ബീച്ച് സൈഡാണ്. ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് മാസ് ഈ രൂപത്തിൽ എത്തുന്നത്. പക്ഷേ സത്യത്തിൽ ഇതിന് മാർക്കറ്റ് വാല്യൂ വളരെ കുറവാണ് ലക്ഷദ്വീപിൽ. കമ്പാരിറ്റീവ്ലി ലക്ഷദ്വീപിൽ കുറവാണ്. അതായത് ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ഒക്കെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അതേസമയം മാലിദ്വീപ് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് ഭയങ്കര രീതിയിൽ ഫേമസുമാണ്. ഇതിപ്പോ ഉണക്കിയ ചൂരാണ് അല്ലേ? എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ട് ഉണക്കിയത്. നമുക്ക് പച്ചക്കറി തിന്നാം. ഇത്ര ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായത് മാസ് പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് കാണാം.